എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നാമിയും വയലറ്റ് പെണ്ണും ഉസോപ്പും അവർ മൂന്ന് പേരും ഒരുപാട് നേരം ഓടിത്തളർന്ന് ഇപ്പോ ആ കുതിരപ്പെണ്ണിന്റെ ദേഹത്ത് കയറി സമാധാനമായിട്ട് മുൻപോട്ടേക്ക് പോവാണ്. വില്ലന്മാരെല്ലാവരും അവരെ ഫോളോ ചെയ്ത് വരും. പക്ഷേ കുതിരപ്പെണ്ണിന്റെ സ്പീഡിന്റെ ഏഴയലത്ത് പോലും അവരെത്തില്ല. മാത്രമല്ല വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ വിക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്ത് ആ വില്ലന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഈ കുഞ്ഞു പെണ്ണ് അവളെങ്ങനെ തന്നെ ഡബിൾ ഫ്രൂട്ടിന്റെ പവറുള്ള വില്ലന്മാരെ അവരങ്ങനെ മയക്കിയെടുത്തുവെന്ന്. അവർ കൺഫ്യൂസ്ഡ് ആയി അതങ്ങനെ പരസ്പരം ചോദിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ മുൻപോട്ടേക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു പോകും. അപ്പോഴായിരിക്കും ഒരു കൂട്ടം വില്ലന്മാര് അവർക്കെതിരെ കടന്നു വരിക. വയലറ്റ് പെണ്ണിന് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ വാർഡനും മറ്റൊരു വില്ലനും അവർ രണ്ടുപേരും അവളോടൊപ്പം തന്നെയുണ്ട്. അവളാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് കേൾക്കേണ്ട താമസം അവർക്ക് ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ വീണ്ടും പറയും, എന്നെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് നിങ്ങളുടെ മെയിൻ എയിം. അവർക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഒരു കാരണവശാലും ഞങ്ങളുടെ ബോസിന്റെ അടുത്തേക്ക് ആരും കടന്നു വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മുൻപിൽ വന്ന ആ വില്ലന്മാരെ എല്ലാവരെയും അവർ രണ്ടുപേരും ചേർന്ന് അങ്ങനെ വെട്ടി വീഴ്ത്തും. നാമിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര അത്ഭുതം. അവളാണെങ്കിൽ ചുറ്റും നോക്കും. വയലറ്റ് പെണ്ണിന്റെ കൺട്രോളിലുള്ള ആ ഒരു ഗിഫ്റ്റേഴ്സ് അവരാണെങ്കിൽ അവളൊന്ന് സ്നാപ്പ് ചെയ്ത ഉടനെ ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അപ്പോഴായിരിക്കും നാമിയുടെ സ്റ്റിക്കിലുണ്ടായിരുന്ന നമ്മുടെ ക്ലൗഡ് മാൻ അവൻ പുറത്തേക്ക് വരിക. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും നാമിയോട് കെഞ്ചും, ദയവ് ചെയ്ത് നിന്റെ ഒരു പെറ്റായിട്ട് എന്നെ കാണണം, അല്ലെങ്കിൽ ഒരു സെർവൻ്റ് ആയിട്ട്, അതും അല്ലെങ്കിൽ ഒരു അടിമയായിട്ടെങ്കിലും എന്നെ കാണണം. അവൾ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഒന്നുമായിട്ട് കാണില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ ടെററായിട്ടിരിക്കും. അത് കേട്ട് ക്ലൗഡ് മാൻ അവൻ കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു സെക്കൻഡ് അവൾ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ക്ലൗഡ് മാൻ അവൻ മനസ്സില്ലാ മനസ്സോട് കൂടെ ബിഗ് മോം പറഞ്ഞതനുസരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് ക്ലൗഡ് മാൻ ആണെങ്കിൽ അവളോട് മാപ്പ് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ നാമി ആ ക്ലൗഡിനോട് പറയും, നിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ സ്ലേവ് ആയിട്ടോ ഒന്നും കൺസിഡർ ചെയ്യില്ല, നീ ഇന്നു മുതൽ എൻ്റെ പാർട്ട്ണറാണ്. അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ തുള്ളിച്ചാടുകയാണ്. അവൻ ഫുൾ പവറിൽ ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാരെ അവൻ്റെ തണ്ടർ ലൈറ്റ്നിങ് പവറൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് അങ്ങനെ മിരട്ടി ഓടിക്കും. ഒരു കാരണവശാലും ആരും നാമിയുടെ അടുത്ത് പോലും വരാനായിട്ട് പാടില്ല. അവൾ ഇന്നു മുതൽ എൻ്റെ പാർട്ട്ണറാണ്, അവളുടെ ഫുൾ പ്രൊട്ടക്ഷൻ അത് എൻ്റെ കയ്യിലാണ്. അവനാണെങ്കിൽ ഇപ്പൊ ചിരിച്ചുകൊണ്ട് നാമിയുടെ അടുത്തേക്ക് വരും, നീ ഒന്നുകൊണ്ടും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഒരാൾ പോലും നിന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറയും. ഉസോപ്പിനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഒരു 2000 വില്ലന്മാരെ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഐഡോ ടീമിനെതിരായിട്ട് തിരിച്ചു വിട്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ആ വില്ലന്മാരുടെ ടീമിലെ ഒരുപാട് സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടു. ആ വില്ലന്മാരുടെ ടീമിൽ അവശേഷിക്കുന്നത് 30,000-ൽ നിന്നും ബാക്കി 16,000 പേര് മാത്രമാണ്. സോ അവരെ കൂടെ നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ യുദ്ധത്തിൽ നമ്മുടെ ആൾക്കാർ ജയിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ CP9 ടീംസിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഫൈറ്റിൽ യാതൊരു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ടീം നിൽക്കണം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. അതാരാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നേവിയിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ടീമിൽ നിന്ന് മത്സ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുത്ത് രക്ഷപ്പെട്ടു പോയ ജിംബയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ CP9 മെമ്പർ അവനെ കൊല്ലണം. അതാണ് ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട എയിം. അവരാണെങ്കിൽ അതിനുവേണ്ടി ഒരു അവസരത്തിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യും. ഇത് ജിംബൈ ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, നേവിയിൽ അത്രയും നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടും നീ എന്തുകൊണ്ടാണ് ഒരു പൈലറ്റായി മാറിയത്? അതിനവനാണെങ്കിൽ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഈ ഗതിയിലാവാനുള്ള കാരണക്കാരൻ ആ ഷാങ്സ് ആണ്. ആക്ച്വലി ആ ഒരു ഡബിൾ ഫ്രൂട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിരുന്ന റെസ്പോൺസിബിലിറ്റി അതെനിക്കായിരുന്നു. ഷാങ്സ് അതെന്നിൽ നിന്ന് തട്ടിയെടുത്തു. അവനോട് റിവെഞ്ച് ചെയ്യാനാണ് ഞാൻ എങ്ങനെയായി തീർന്നതെന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ജിംബയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ നേർക്ക് വരികയാണ്. ഫൈറ്റ് ചെയ്യാനായി പാഞ്ഞടുത്ത് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ബ്രേക്ക് ചെയ്യും. അതിനുശേഷം ജിംബയോട് ചോദിക്കും, നീയും ഗവൺമെന്റിന്റെ ഒരു വാർലോഡ് ആയിരുന്നില്ലേ? ഇപ്പൊ നീ ആ ലൂഫിയെ പോലുള്ള പൊടി പയ്യന്റെ ഒരു ടീമിലെ മെമ്പർ ആയിരിക്കുകയാണോ? എനിക്ക് നിന്നോട് പുച്ഛം മാത്രമാണ്. എന്റെ ലക്ഷ്യം ലൂഫി അവനെടുത്ത ഡബിൾ ഫ്രൂട്ട് അത് തിരികെ പിടിക്കുക എന്നതാണ്. തീർച്ചയായിട്ടും കൈഡോ അവനെ കൊന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവൻ കഴിച്ച ഡബിൾ ഫ്രൂട്ട് മറ്റൊരു ഭാഗത്ത് ക്രിയേറ്റ് ആവും, അതെന്റെ കൈകളിലേക്ക് തിരികെ എത്തും. അതിന് ജിംബൈ അവൻ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, ആർക്കും അവനെ കൊല്ലാനായിട്ട് കഴിയില്ല, ലൂഫി തിരികെ വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കുകയാണ്. ലോർഡ് അസിസ്റ്റൻസ് ആണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും ലൂഫിക്ക് യാതൊരു അനക്കവും ഇല്ല. അവരാണെങ്കിൽ അവന്റെ ജീവൻ തിരികെ പിടിക്കാനായിട്ട് ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ
പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ജിംബൈ അവൻ ഫുൾ കലിപ്പിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും ലൂഫിക്ക് ലൂഫി ഇല്ലാതാക്കാൻ കഴിയില്ല. ഞങ്ങൾക്കെല്ലാവർക്കും ലൂഫിയുടെ മേലെ അത്രയും വിശ്വാസമുണ്ട്. ലൂഫി ഒരു നിസ്സാര പയ്യനല്ല. അത് കേട്ട ആ വില്ലനാണെങ്കിൽ കാഷ്വലായിട്ട് ചിരിച്ച് ജിംബൈയോട് പറയും, ഇൻ കേസ് അവൻ ജീവനോട് കൂടെ തിരികെ വരികയാണെങ്കിൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ കൈകൊണ്ട് ഞാൻ അവനെ കൊല്ലും. ജിംബൈ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനായി ഇപ്പൊ ഡബിൾ കലിപ്പാവുകയാണ്. അവൻ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ലൂഫി ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ലൂഫിയുടെ പവറും അവന്റെ ഡിറ്റർമിനേഷനും ജിംബൈ മനസ്സിലാക്കിയതാണ്. ഒരു പൈററ്റ് ആയിരുന്നിട്ട് പ്രവർത്തനങ്ങളും ചിന്തയും എല്ലാം തന്നെ വളരെ ഡിഫറെന്റ് ആയിരുന്നു. മറ്റുള്ളവർക്ക് നന്മ മാത്രമാണ് അവൻ ഇത്രയും കാലവും ചെയ്തിട്ടുള്ളത്. അതാണ് ജിംബൈനെ ലൂഫിയിലേക്ക് വളരെ വേഗം അടുപ്പിച്ചതും ഇപ്പോ ലൂഫിയുടെ ടീംമേറ്റായി അവൻ മാറിയതും. ലൂഫി അവന്റെ ബ്രദർ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അവൻ അവസാന നിമിഷം വരെ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് അവന് എയ്സിനെ നഷ്ടമായി. അതിനുശേഷം ലൂഫിക്ക് ബ്ലഡ് കൊടുത്തതും ജിംബൈ ആണ്. അങ്ങനെ അവർക്കിടയിലെ ആ ബോണ്ട് കൂടിക്കൂടി ഇന്ന് ജിംബൈ അവന്റെ ടീമിലെ ഒരു മെമ്പർ ആയിരിക്കുകയാണ്. ജിംബൈ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ആ വില്ലനോട് പറയും, നിനക്ക് ലൂഫി ഒരു സാധാരണ നിസ്സാര പയ്യനായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയല്ല. സോ ലൂഫിക്ക് വേണ്ടി എന്റെ ലൈഫ് പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ വില്ലനാണെങ്കിൽ വീണ്ടും അവന്റെ പൾസെറ്റ് അതിപ്പോ അവന് നേരെ അയക്കും. ജിംബൈ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അതിൽ നിന്ന് തെന്നി മാറുകയാണ്. കാരണം ഹോക്കി പവർ ഉപയോഗിച്ചാണ് അവന്റെ പൾസെറ്റ് അറ്റാക്ക് അത് നടത്തുന്നത്. പക്ഷെ ഇവിടെ വില്ലനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ജിംബൈ അവനൊരു ഫിഷ്മാൻ ആണ്. അവനെ കൊണ്ട് ഇതിലൂടെ ഇത്ര നന്നായിട്ട് മൂവ് ചെയ്യാൻ കഴിയുമെന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്നും അവൻ കരുതിയതല്ല. ആ വില്ലനാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ ബോഡി അത് മെറ്റൽ പവറാക്കി മാറ്റും. അതിനുശേഷം കളർ ഓഫ് ഹോക്കി പവർ അതെടുത്ത് ജിംബൈക്ക് നേരെ ഉഷാറായിട്ട് പാഞ്ഞടുക്കുകയാണ്. പക്ഷെ അത് ജിംബൈ ആണ്. അവൻ ഞൊട്ടിയിടയിൽ അറ്റാക്കിൽ നിന്ന് തെന്നി മാറി പോവാതെ അവൻ അങ്ങനെ ക്യാച്ച് ചെയ്ത് മാലത്തി അടിക്കും. അതിനുശേഷം വാട്ടർ ബുള്ളറ്റ് പോലാക്കി മാറ്റി അവനെ അച്ചറം പൊച്ചറ ആഞ്ഞടിച്ച് ഒരു ഭാഗത്തേക്ക് തെറിപ്പിച്ച് കളയും. വില്ലനാണെങ്കിൽ ജിംബൈയുടെ അറ്റാക്കിൽ നിന്ന് തെന്നി മാറി ഇപ്പൊ ജിംബൈയോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ കൂടെ നിന്നോട് പറയാനുണ്ട്. സത്യത്തിൽ ആ ഡെവിൾ ഫ്രൂട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ ജയിലിൽ അടച്ചു. അവിടെ വെച്ച് എല്ലാവരും ഒരു ലെജൻഡറി മാനിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നതും അവരെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനെ ഒരാൾ വരുമെന്ന് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ആദ്യമൊന്നും എനിക്കും അതിൽ വിശ്വാസമില്ലായിരുന്നു. പിന്നീട് ഞാനും അതിൽ വിശ്വസിച്ച് അവരോട് കൂടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സത്യത്തിൽ നിങ്ങളുടെ ടീമിലും അങ്ങനെ ഒരു അടിമ ഇല്ലായിരുന്നോ? ഫിഷർ ടൈഗർ അവന് ഒരുപാട് കാലം അടിമയായിട്ടാണ് ജീവിച്ചത്. ഫിഷർ ടൈഗർ അവന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു. ഫിഷ്മാന്റെ വംശങ്ങളെല്ലാം തന്നെ വർഷങ്ങളായിട്ട് അടിമകളായിട്ടാണ് ജീവിച്ചതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ജിംബൈയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഒരു സ്റ്റോറി അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ച് വില്ലനാണെങ്കിൽ ജിംബയെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച ഇട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് ആ ഒരു സ്റ്റോറി അതെനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞ് ആ വില്ലനാണെങ്കിൽ ഫിംഗർ പ്രിൻസ്റ്റൽ പവർ അതുപയോഗിച്ച് ജിംബയെ അറ്റാക്ക് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും അടിമകളാണ്. ആ ഒരു സ്റ്റോറി അത് നിനക്ക് നന്നായിട്ട് അറിയാം. അവനെക്കുറിച്ച് എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞ് നിർത്താതെ പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ജിംബയ്ക്കാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവന്റെ കൺട്രോൾ പോവും. അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇപ്പൊ അവന്റെ ഫിംഗർ തന്നെ ഒടിച്ചു കളയാണ്. അതിനുശേഷം അവന്റെ ബോഡിയിലേക്ക് ഷോക്ക് വേവ്സ് കടത്തിവിടും. ഇതിനാണെങ്കിൽ ഫാങ് അറ്റാക്ക് അത് ജിംബയ്ക്ക് നേരെ പ്രയോഗിക്കും. പക്ഷെ അടുത്ത നിമിഷം അതങ്ങനെ ഡിഫ്യൂസ് ആയി പോവാണ്. ജിംബൈ ആണെങ്കിൽ ഫിഷ്മാൻ കരാത്തെ എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത പഞ്ച് ആ വില്ലന്റെ നേർക്ക് വെക്കും. ആ വില്ലനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷെ ജിംബൈ അവന്റെ വാലങ്ങനെ ചവിട്ടി പിടിച്ച് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ കിലോമീറ്ററുകളോളം അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.